ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അവളി പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ഗാർഡൻ വീഡിയോസ് ഒക്കെ കാണിക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ചേച്ചി നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോക്കുക, ഈ ഒരു ടൈമിൽ വരുന്ന ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഈ ഒരു ടൈമിൽ വരെ നോക്കി ചെറിയൊരു ചാറ്റിലുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നത് ഇതായിട്ട് മഴ ചാറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ നല്ല പുകമയായിട്ട് അത്രത്തോളം ഇങ്ങനെ ചൂട് വന്ന് മൂന്നിട്ട് നന്നായിട്ട് തണുപ്പുമില്ല. കേട്ടോ, ഞാനിപ്പോൾ കുളിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഡയാനയാട്ടോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ആൾ തുറന്നു വരുന്ന സമയം ഏകദേശം ആയി തുടങ്ങിയ സംഭവം അതിന് വേണ്ടിയിട്ടാണ് അത് കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂസായിട്ട് പെയ്യുന്നൊരു മഴയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരുന്നത്. ഈ രീതിയിൽ മൊത്തം നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സും ഒക്കെ വളരെ മിക്സ്ഡാണ് ഈ രീതിയിൽ വരുന്നത്. പിന്നെ ആ ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ കുറേ പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ആ രീതിയിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ ആയിരുന്നാൽ എല്ലാം നമുക്കൊന്ന് കാണാം കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മുടെ പ്രകൃതി ഒന്ന് ഞാൻ കാണിച്ചു കേട്ടോ. എനിക്ക് ഇന്നും ഇന്നലത്തേൻ്റെ ഇരട്ടിയായിട്ടാട്ടോ ഫോഗ് വന്ന് മൂടിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്ഥലം തന്നെ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോട്ടോ. അത്രയും നല്ല രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഭാഗമായാലും ഫുള്ള് കവറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി കൊടുത്താൽ ഈ രീതിയിൽ ഇപ്പോൾ നിറച്ചൊക്കെ നന്നായിട്ട് വലിയൊരു നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് നമ്മൾ ശംഖുപുഷ്പമാണ്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ 2 കളർ ഷെയ്ഡാണ് നമ്മൾ ഒരുമിച്ച് തന്നെ നട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് ഒരുമിച്ച് പൂക്കൾ ഉണ്ടാകുന്ന ടൈമിൽ ആ ഒരു നല്ല എടുപ്പുള്ള കളറാണ് നമ്മുടെ ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ വൈറ്റും കൂടി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫ്ലവർ നമ്മുടെ ആ ഒരു നല്ല ഇതിൽ തന്നെ വേനലൊക്കെ ആയിട്ടുള്ള ടൈമിൽ നല്ല ഫ്ലവറിങ് ആയിരുന്നു. പക്ഷേ മഴ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സും അതായത് ഇങ്ങനത്തെ പ്ലാന്റ്സിനൊക്കെ പൂക്കൾ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇതിൽ പൂക്കൾ ഇപ്പോൾ കുറച്ച് കുറവാണ്. എന്നാലും ഇടയിലൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നല്ല ഇത് തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ചീവീടിൻ്റെ സൗണ്ടാണ് കേട്ടോ. നല്ല ഗാംഭീര്യത്തോടെയാണോ ചീവീടിൻ്റെ ഒരു സൗണ്ട്. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നോക്കി ആ ഒരു ചെറിയ ചാറ്റിമഴ അത്യാവശ്യം നല്ല ഇതിൽ സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇതിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നറിയില്ല. എന്നാലും നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി വീഡിയോ എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് മഴ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴ നമുക്ക് ഇങ്ങനത്തെ ഒരു പുറത്തിറങ്ങി നമുക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ എനിക്ക് അത്രയും പറ്റാറില്ല കേട്ടോ. കാരണം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണോ. പിന്നെ നമുക്ക് മഴ ഉണ്ടെങ്കിൽ കൂടി നമുക്കങ്ങനെ നാശനഷ്ടങ്ങളോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു സമാധാനം കേട്ടോ. എന്തായാലും പോവുമായിരിക്കുള്ളൂ ചിലപ്പോൾ. കാരണം അത്രത്തോളം എഫക്റ്റിലാട്ടോ കോട ഇങ്ങനെ വന്ന് കവറായിട്ടുള്ളത്. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലാണ്. അത്രത്തോളം നല്ല എഫക്റ്റിൽ കോടയും കവറായിട്ടുണ്ട്. ഈ ഒരു കോടയിൽ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ പറ്റില്ലാട്ടോ. കാരണം അത്രത്തോളം കോടമഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ കോടമഞ്ഞ് മൂടിയിട്ടുള്ള അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മളതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വള്ളികളൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ടാണ് ഇപ്പോൾ സ്പ്രെഡായിട്ടുള്ളത്. ഇതിലേക്കും ഉണ്ട് കേട്ടോ നന്നായിരുന്നു ഫ്ലവറിങ്. പിന്നെ ശംഖുപുഷ്പം നമ്മൾ ഒരു പ്ലാന്റ് ആട്ടോ നട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാന്റ് തന്നെ ധാരാളം എന്ന് പറയണം. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങിനും നമ്മുടെ ആ ഒരു പരിചരണത്തിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലാന്റ് നോക്കി നല്ല രീതിയിലാട്ടോ ഇപ്പോൾ സ്പ്രെഡായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഭംഗി മാത്രമല്ല അതിന് ഒരുപാട് ഗുണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂടുതലാണ് ഇങ്ങനെ കണ്ടുകൂടുക. കാരണം അത്രയും ഔഷധങ്ങളാണ് നമ്മുടെ ഈ ഒരു ആവശ്യമാണുള്ളത്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ഇത് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കുത്തികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റും അതേപോലെ തന്നെ ബ്ലൂ മിക്സ്ഡായിട്ടാണ് നമ്മൾ നട്ടതെന്ന് പറഞ്ഞില്ലേ. അതേ രീതിയിലാണ് നമ്മുടെ ബ്ലൂ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കേട്ടോ വിത്തുകളൊക്കെ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും നനയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു സുരക്ഷിത കവചങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ആ ഒരു വിത്തുകൾ. അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താലൊന്നും പെട്ടെന്ന് നമ്മുടെ ഒരു വിത്തുകളൊന്നും അങ്ങനെ നനയില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല മഴയൊക്കെ ഒന്ന് മാറിയിട്ടാണ് ഇതുപോലെ വിത്തുകളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പിടിക്കുക. അതിന് നല്ല മഴ ഇങ്ങനെ അടച്ചിങ്ങനെ പെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ അത് മുളയ്ക്കാതെ ചീനിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് നടാം. അപ്പോൾ ഇതിന് മൂത്തതും കുറേ ഉണ്ട് നമുക്ക് പറിച്ച് വെക്കാനായിട്ട്. ഒരു കുടയുടെ സെറ്റപ്പ് കൂടാരം പോലെ അങ്ങ് ആയിട്ടുണ്ട്. അത്രയും നന്നായിട്ട് കവർ ആയിട്ടുണ്ട്. അതേപോലെ അവിടെ ആയിട്ട് നമ്മുടെ ഒരു മുളകിൻ്റെ തൈയാണ്. അപ്പോൾ ആ മുളകിൻ്റെ തൈയുടെ മേൽഭാഗം മൊത്തം ഇപ്പോൾ നമ്മുടെ ഈ ശംഖുപുഷ്പം കവർ ചെയ്തിരിക്കുകയാണ്.
പിന്നെയാണെങ്കിൽ നമുക്ക് തുളസിയുടെ ആവശ്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് നമ്മൾ തുളസി നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ മൊത്തം അങ്ങോട്ടേക്ക് ഒരു വലിയൊരു ലെവൽ മൊത്തം നമ്മുടെ തുളസി കിടക്കുക ഇങ്ങോട്ടേക്ക്. അപ്പം നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മൊത്തം നമ്മൾ കളഞ്ഞതിന് ശേഷം ഇത് കേട്ടോ ഈ തൈകളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് തൈകൾ വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ. പിന്നെ ചെറിയ രീതിയിൽ കതിരൊക്കെ വന്ന് തുടങ്ങി. ഈ ഒരു കതിര് കിട്ടുന്ന പ്രായത്തിൽ നമ്മളത് കറക്റ്റ് ടൈമിൽ നെല്ല് ഇടുകയാണെന്നുണ്ടെങ്കിൽ നാടൻ വട്ടം വീശി നല്ല തളർപ്പൊക്കെ ആയിട്ട് അത് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കതിരൊക്കെ നെല്ല് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡായിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലം കഴിഞ്ഞ് ഇടക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടാലും ഇത് നല്ല ഉഷാറായിട്ട് തരുന്നുണ്ട് നമ്മുടെ ഈ രീതിയിലുള്ള എല്ലാ തുളസിയുടെ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഒരുപാട് അവൈലബിൾ ആട്ടോ. നമ്മൾ ഈ ഒരു കതിരിയിൽ തന്നെ കേട്ടോ ഒരുപാട് തൈകൾ പുതിയതായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തുള്ളതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നട്ട് ഈ കാണുന്ന എല്ലാ തുളസിയുടെ ആ ഒരു കതിരിയിലും ഹോം ചെയ്തിട്ടുള്ളതാണ്. നല്ല മൂത്ത കതിരുണ്ടാവുമല്ലോ ഇവിടെ. ഇതിൽ കുറച്ചുകൂടി ഒന്ന് മൂക്കണം കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല മൂപ്പെത്തിയിട്ടുള്ള കതിരുകൾ നമ്മൾ നന്നായിട്ട് വിളച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിക്കോളും. ഇപ്പോൾ നോക്കി അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ നമുക്ക് മാല കെട്ടാനൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് മുമ്പോട്ട് നമ്മുടെ വീട്ടിൻ്റെ ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തുളസിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മഴയൊക്കെ നിറഞ്ഞതാ എല്ലാ ഇലകളും നന്നായിട്ട് നനഞ്ഞ് കുടിച്ച് നിൽക്കുവാണേ. പിന്നെ ഈ കാണുന്നതാണെങ്കിൽ നമ്മുടെ ജമന്തി കേട്ടോ. മൊത്തം ഇങ്ങനെ ഒരു വെള്ളത്തുള്ളികളൊക്കെ മേറ്റി ആദ്യം നല്ല ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ പൂക്കൾ പൂ ഉള്ള പോലെ തന്നെ നോക്കി അടിയിലേക്ക് നിറച്ച് മുട്ടികളാട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് 2 സ്പൂൺ ചെയ്യാൻ തുടങ്ങും. വേറെ അടിയിലേക്ക് നന്നായിട്ട് നമ്മൾ വെച്ച് വിട്ടതിന് ശേഷം നന്നായിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വള്ളിയൊക്കെ ഇവിടെ ചുറ്റി കയറി പിന്നെ മഴയില്ല. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികം. അപ്പം തന്നെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ക്ലീൻ ആക്കാണ്. താഴേക്കും ഉണ്ട് അത്യാവശ്യം. പിന്നെ അതിൻ്റെ തന്നെ ഇതിൻ്റെ സെയിം കളർ തന്നെയാട്ടോ നമ്മുടെ ഒരു 4 എണ്ണം അടുപ്പിച്ചുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെടികൾ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറിച്ച് കൊടുത്തൊന്ന് മാറ്റി നടാം. അല്ല ഇപ്പം തന്നെ അവിടെ അത്യാവശ്യം നിലയിൽ തന്നെ ആയിട്ടൊക്കെ നമുക്കിതൊന്ന് പറിച്ച് മാറ്റി നടാനുണ്ട്. എനിക്കിത് വളരെ ചെറിയൊരു തൈയാട്ടോട് വേറെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജമന്തി എന്ന് പറയുമ്പോൾ വൈറ്റ് പോകണം അതേപോലെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. പൂവിനെ നോക്കി നല്ല ഫ്രഷായിട്ട് അത്രയും നല്ല സൈസോട് ആട്ടോ ഈ ഒരു ഫ്ലവറൊക്കെ നിൽക്കുന്നത്. മഴയുടെ ശക്തി ഇങ്ങനെ കൂടി വരും. അത് എത്രത്തോളം നമുക്കത് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന അറിയാമെങ്കിൽ നല്ല രസമാട്ടോ കാണാൻ. അതുപോലെ നമ്മുടെ കയ്യിൽ 2 കളറായിട്ടുള്ളത്, മഞ്ഞയുണ്ട് അതേപോലെ തന്നെ വൈറ്റ്. രണ്ടും നല്ല ബ്രൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ വെള്ള പോലെ തന്നെ നോക്കി നമ്മുടെ യെല്ലോയിലും ഉണ്ട് കേട്ടോ ഫ്ലവർ. യെല്ലോയിലെ ഫ്ലവർ ഇതാ പൈസൊക്കെ ആയി വരുന്നത് ഇവിടെ. കാരണം അത് മുട്ടിന്ന് ഇങ്ങനെ ഡെവലപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുട്ടിയുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റ് കേട്ടോ. ബോൾസത്തിൻ്റെ ഒരു 6-7 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുണ്ട്. ബോൾസത്തിനും ഒരുപാടങ്ങ് വെള്ളം പറ്റില്ല കേട്ടോ. ഒരുപാട് വെയിലും ഒരുപാട് മഴയും നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള ഏരിയയിലായതുകൊണ്ട് കുറച്ച് പൂക്കളുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു പ്ലാന്റാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് മുതൽ അങ്ങ് മേൽഭാഗം വരെ ഫുള്ള് ഫ്ലവർ തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ തന്നെ കേട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയില്ല. അപ്പോൾ ഹൈഡ്രാഞ്ചിയിൽ ഇവിടെ നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട്. എന്നത്തേനും അപേക്ഷിച്ച് കുറച്ച് ഫ്ലവറിങ് കുറവാട്ടോ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിലുണ്ടായതായാലും എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സൈസ് കുറവാണ്. അപ്പോൾ മഴയില്ല, മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് ഫ്ലവറിങ് നോക്കി നല്ല കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിലൊന്നും അങ്ങനെ വലുതായിട്ട് കിട്ടാത്തതുകൊണ്ട് നോക്കി ഇതിപ്പോൾ കുറച്ച് കേസ് എടുക്കും നന്നായിട്ട് വലുതായി വരാനൊക്കെ. എന്തായാലും നല്ല വെയിൽ തുടങ്ങി നല്ല കളർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൈസ് കേസ് ഉണ്ടാക്കും. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് മാറിയാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ഹൈഡ്രാഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. അത് നോക്കി നല്ല ബഹളമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ കൂട് വരുന്നത്. അതെന്തായാലും ആളുകൾ തുറന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ കൂടെ എത്രത്തോളം ഫോഗായി തുടങ്ങി. നമ്മുടെ അവനക്കൂടി നല്ല ഉറക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ ഉള്ള ആ ഒരു ചാറ്റിയുമായി അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഗാർഡനിലുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ എന്തായാലും അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നാളെ വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും ഞാൻ മിക്കവാറും പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായി. കാരണം നന്നായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചാറ്റിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്കാണ്. അപ്പം നമ്മുടെ ആശാനം നേരെ അതിൽ പോയി തുറന്ന് വിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചിരിതല കേൾപ്പിക്കാം. അപ്പം അത് ഞാൻ വീണ്ടും തുറന്നു വിട്ടേ.
ഇവിടെ കൊടുത്ത് ബഹളം ഉണ്ടാക്കണേ. ഇപ്പോഴേ നമുക്ക് നല്ല മഴയിലൊന്നും ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ അങ്ങ് അയച്ചു വിടാറില്ല കേട്ടോ. കുറച്ച് ടൈം മാത്രമാണ് അയച്ചു വിടാറില്ല. അപ്പം അതിൻ്റെ ഒരു പരാതി വർക്കിനും കേട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പെട്ടെന്ന് വരുമോ? ബാ 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 ഇവിടെ നോക്കട്ടെ. അപ്പം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് അയച്ചു വിടുമ്പോഴത്തേനും ആ ഒരു പുല്ലും ഒക്കെ തട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് നനഞ്ഞ് കുളിക്കുക. അത്യാവശ്യം നല്ല ഹെയറും കൂടി ഉള്ളതുകൊണ്ടേ. പിന്നെ കുളിക്കുന്നതല്ല കേട്ടോ, ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുളിപ്പിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. നല്ല തണുപ്പാണല്ലോ. എന്തുവാണ് പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ. ബാ ഇറങ്ങി ബാ. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം 4 ആളായിട്ട് കിടന്ന് ഓടിട്ടോ. അപ്പം അതിനുള്ളൊരു സോപ്പിടലാട്ടോ. നോക്കി കണ്ണൊക്കെ അടച്ച് ഭയങ്കര ഇതാട്ടോ. അതേപോലെ തന്നെ ഇവരെന്ന് പറയുമ്പോൾ നമുക്കൊരു അൺകണ്ടീഷണൽ ലവ് തന്നെ. അതുകൊണ്ട് അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം എന്താ കുറച്ച് നേരത്തെ ക്യാഷാണ് നമുക്കൊന്ന് തുറന്ന് വിട്ടേക്കാം. അപ്പം മഴയാണ്, പെട്ടെന്ന് വരണട്ടോ. അട്ടയുണ്ട്, അട്ട ഓടിപ്പോയിട്ട് ഓടി വാ. പോണില്ലേ? ക്യാമറയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് നിൽക്കുവാണല്ലോ, പോകുന്നില്ലാതാ തോന്നുന്നത്. ബാ 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 ബാ. അങ്ങനെ എന്തായാലും ആളുടെ പരാതിയൊക്കെ കണക്കിലെടുത്തിട്ട് എന്തായാലും തുറന്ന് വിട്ടിട്ടുണ്ട്. തുറന്ന് വിട്ടിട്ട് താമസം കേട്ടോ. ഓടി നേരെ പോയിട്ട് അപ്പോൾ അത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അയച്ചു വിടും. നല്ല ഹെവി ആയിട്ടുള്ള മഴയില്ലെങ്കിൽ കൂടി അത് ചാറ്റിൽ അത്യാവശ്യം കട്ട് ചെയ്ത് തുടങ്ങിയത്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാകും. കുറച്ച് എന്തായാലും നമുക്കിനി അതായത് ആളെ കൂട്ടി കയറ്റുന്നവർ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ പട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ടാണ് കാണാത്ത. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മറ്റുള്ളൊക്കെ ഇങ്ങനെ ഒഴുകി പോകാറുണ്ടെങ്കിൽ നമുക്ക് അതിന് കൂട്ടി കയറ്റുന്നവരെ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് ശേഷം നമുക്കിനി കൂട്ടിക്കയറും. അതുപോലെ തന്നെ നോക്കി മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല ഹെവി കോടേനാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക രസമാണ് എടുക്കാം. ആ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ വൈറ്റ് കളറിലായിട്ടത് അത്രയും നല്ല, എനിക്കത് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രത്തോളം നല്ല ഹെവി ആയിട്ടൊരു കോടമഞ്ഞ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഗാർഡനൊക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ കാട് കയറിയിട്ട് ആ ഒരു കാടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇടുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല കാട് കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പോട്ടുകളിലൊക്കെ വെച്ചതൊക്കെ നല്ല സേഫ് തന്നെയാണ്. പക്ഷേ നമ്മളിങ്ങനെ ഡയറക്റ്റ് മണ്ണിന് വിടല്ലോ. അപ്പോൾ അതാണ് നമുക്ക് പണി കിട്ടുന്നത്. ഇങ്ങനെ നല്ല ഹെവി ആയിട്ടൊക്കെ മഴ വരുന്ന ടൈമിൽ. അതായത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ കുറേ കോളാമ്പീടി അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ലെവലിൽ ഫുള്ള് റോ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും. അപ്പോൾ അതിന് ചോട്ടിലേക്കാണ് നന്നായിട്ട് കാട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ നമുക്ക് പറിക്കണം. പിന്നെ ഇവിടെയാണ് നമുക്ക് കൂടുതൽ ക്ലീനിങ് വരുന്നത്. പിന്നെ അതും സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പോട്ടിലുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സേഫാണ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു പോട്ടിലുള്ളതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നാലും ഈ ഒരു ഭാഗം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. പിന്നെ അതെങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഒരു ഡീറ്റെയിൽ ക്ലീനിങ് വീഡിയോ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നല്ല രീതിയിൽ തന്നെ മഴ ചെയ്താൽ ശക്തി അറിയിച്ച് തുടങ്ങിയിട്ടൊപ്പം എത്രത്തോളം ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ആളുകൾ കൂട്ടിക്കായിരുന്നു ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറിക്കണ്ടേ. ശേഷം വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ കൂടെ മറക്കരുത്. അതെല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് നല്ല വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.